വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങളെ വളർത്താൻ സീഡ് ബോളുകൾ തയ്യാറാകുന്നു. വന്യജീവി ആക്രമണ ലഘൂകരണം ലക്ഷ്യമിട്ട് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. നമുക്ക് വേണ്ടി മണ്ണിനു വേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായാണ് ജൈവ വൈവിധ്യ ദിനാചരണത്തോടനുബന്ധിച്ച് സീഡ് ബോളുകൾ തയ്യാറാക്കുന്നത്. വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സീഡ് ബോളുകൾ തയ്യാറാക്കുന്നത്. വന്യജീവി ആക്രമണ ലഘൂകരണം ലക്ഷ്യമിട്ട് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലിന്റേതാണ് പദ്ധതി. നമുക്ക് വേണ്ടി മണ്ണിനു വേണ്ടി ക്യാമ്പയിന്റെ ഭാഗമായി ജൈവ വൈവിധ്യ ദിനാചരണത്തോടനുബന്ധിച്ചാണ് സീഡ് ബോളുകൾ തയ്യാറാക്കിയത്. ചക്ക, മാങ്ങ, ഞാവൽ, കശുവണ്ടി, ചാമ്പ, സീതപ്പഴം എന്നിവയുടെ വിത്തുകളാണ് സീഡ് ബോൾ നിർമ്മാണത്തിനായി ഉപയോഗിച്ചത്. 2 ചട്ടി മണ്ണിന് 1 ചട്ടി ചാണകം എന്ന അനുപാതത്തിൽ കുഴച്ചെടുത്ത വിത്തുകൾ വെച്ച് ഉരുട്ടിയെടുത്ത് ഉണക്കിയെടുത്താണ് സീഡ് ബോളുകൾ തയ്യാറാക്കിയത്. ഇത്തരത്തിലുള്ള സീഡ് ബോളുകൾ വനത്തിൽ നിക്ഷേപിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ഇതോടെ ഫലവൃക്ഷങ്ങൾ കാട്ടിലുണ്ടാകുന്നതോടുകൂടി തീറ്റ തേടി നാട്ടിലിറങ്ങുന്ന മൃഗങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. രാജ്യാന്തര ജൈവ വൈവിധ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിലും സബർമതി ഗ്രന്ഥശാലയും കിംസ് ഹെൽത്ത് CSR ട്രീ ആംബുലൻസും സംയുക്തമായി വിത്തുണ്ടകൾ നിർമ്മിക്കുകയാണ്. സീഡ് ബോളുകൾ നമ്മുടെ നമുക്ക് വേണ്ടി മണ്ണിനു വേണ്ടി എന്ന് പറയുന്ന ക്യാമ്പയിൻ കഴിഞ്ഞ 15 വർഷമായി സംസ്ഥാനത്തുടനീളം നടന്നു വരുന്നു. ജൂൺ മാസത്തിൽ നടക്കുന്ന മഴയാത്രയുടെ ഭാഗമായി റാണിപുരം വനനിരകളിൽ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിത്തുണ്ടകളാണ് ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ ഒരു പ്രവർത്തനം തുടർന്നു. ആ ഒരു വിത്തുണ്ടകൾ നിക്ഷേപിക്കുന്നത് വഴി ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. മാവ്, പ്ലാവ്, അതുപോലെ ചക്ക ഉണ്ടാകുന്നതിനുള്ള പ്ലാവ്, അതുപോലെ ഞാവൽ പഴം, ചാമ്പ തുടങ്ങിയ ഫലവൃക്ഷങ്ങളുടെ വിത്തുകളാണ് നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. കാട്ടാനകൾ അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന അത് തടയുന്നതിന് വേണ്ടി അവർക്ക് കാട്ടിൽ തന്നെ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇതിനെല്ലാവരുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. കേരള യൂത്ത് പ്രൊമോഷൻ കൗൺസിൽ ചെയർമാൻ സുമൻജിത്ത് മിഷ ഉദ്ഘാടനം ചെയ്തു. സബർമതി ഗ്രന്ഥശാല സെക്രട്ടറി VR ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗ്രന്ഥശാല ഭാരവാഹികളായ അഭിജിത്ത് കണ്ണൻ, കൃഷ്ണകുമാർ, വിഷ്ണു, നയൻതാര, നമൻ, ബിന്ദു വേണുഗോപാൽ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.